ഓക്കെ, അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആവും. കാരണം എന്താ വെച്ചാൽ ഈ വീക്ക് ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ. അത് ഒരു ട്രേഡ് ബ്രേക്ക് ഈവനാണ്, ഒരു ട്രേഡ് ടി പി ആണ്. പക്ഷേ ഈ ഈ ഒരു റീജിയനിൽ ട്രേഡ് കിട്ടുമായിരുന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ ടൈം കിട്ടിയില്ല. എനിക്ക് നോക്കാം, നാളെ ട്രേഡ് കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ട്രേഡ് എടുത്തത്, ഞാൻ ഓൾറെഡി എൻ്റെ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റീജിയണിൽ വരെ മാർക്കറ്റ് വന്നതിന് ശേഷമായിരിക്കും നമുക്ക് റിട്രേസ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു എൻട്രി എടുത്തത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം മേലോട്ട് മാർക്കറ്റ് തന്നു. അതിന് ശേഷം ഈ ഒരു 1 അവർ FEGയിലേക്ക് മാർക്കറ്റ് തിരിച്ച് വന്നതിന് ശേഷം മേലെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോയി. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ ഒരു റീജിയനിലുള്ള 1 അവർ OBയിലാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 അവർ OB ഒന്ന് മാർക്ക് ചെയ്തിട്ടു. അതിന് ശേഷം ഞാൻ 5 മിനിറ്റിലേക്ക് പോയിട്ടാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഓക്കെ, ആ 1 അവർ OBയിൽ തന്നെയാണ് ഞാൻ ട്രിഗറിങ് പോയിന്റ് വെച്ചത്. അതിനുശേഷം ഈ ഒരു ലോയിൽ ഞാൻ എൻ്റെ SLും വെച്ചു. TP ഞാൻ മാർക്ക് ചെയ്ത റീജിയൻ ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് വരെ ഞാൻ മാർക്ക് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു റീജിയനിലെത്തി തിരിച്ച് വരുന്ന കണ്ട സമയത്ത് ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GBPയിൽ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അത്യാവശ്യം നല്ല മൊമെൻറ്റത്തിൽ തന്നെ താഴോട്ട് വരുന്നുണ്ടായിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഞാൻ ഇതെന്തായാലും SLലേക്കുള്ള പോക്കാന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ എക്സിറ്റ് അടിച്ചു കളഞ്ഞു. പ്രോഫിറ്റ് കുറച്ചുള്ളൂ, $10 അങ്ങനെ എന്തോ പ്രോഫിറ്റിലാണ് എക്സിറ്റ് അടിച്ചത്. പക്ഷേ അത് നോക്കണ്ട, ബ്രേക്ക് ഈവനിൽ കൂട്ടിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് ഇന്നാണ് എടുത്തത്. ഇന്ന് GBP കൂടി കൺസിഡർ ചെയ്തിട്ടാണ് എടുത്തത്. GBPയിൽ മാർക്കറ്റ് എനിക്ക് വേണ്ട ഏരിയയിൽ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് യൂറോ ട്രേഡ് എടുത്തത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ റേഞ്ചിൽ ഒരു ഡൗൺ സൈഡ് മൊമെൻ്റാണ് മാർക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം മാർക്കറ്റ്, ഞാൻ പറഞ്ഞ ഏഷ്യൻ റേഞ്ചിൽ ഒരു മൊമെൻ്റ്, ഒരു അപ്പ് സൈഡോ ഡൗൺ സൈഡോ മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50% ഏരിയ വരെ മാർക്കറ്റ് വന്നതിന് ശേഷം നമുക്ക് ട്രേഡ് ആ ഒരു ഡയറക്ഷനിലേക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ ഈ ഒരു ഏരിയയിലുള്ള ലിക്വിഡിറ്റി ഫുള്ള് ഈ ഒരു ക്യാൻഡിൽസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു റേഞ്ച് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഉണ്ടായിരുന്ന ഈ ഒരു ഹൈ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ടൊരു മൂവ്മെൻ്റ് എന്ന സമയത്ത് ഈ ഒരു ഹൈ ആണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്. ഈ ഒരു ഹൈൻ്റെ മേലെ നിന്ന് ലിക്വിഡിറ്റി എടുത്തിട്ട് താഴോട്ട് വരണമെന്നായിരുന്നു. ഞാൻ ഈ ഒരു ഹൈയും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കൺഫർമേഷൻ ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഹൈൻ്റെ മേലെ ട്രിഗറിങ് പോയിന്റ് വെച്ചു. ഈ ഹൈൻ്റെ മേലെയാണ് ഞാൻ SL വെച്ചിട്ടുണ്ടായിരുന്നത്. TP ഞാൻ പ്രീവിയസ് ഡേ ലോ ആണ് വെച്ചത്. മാർക്കറ്റ് എന്തായാലും കുറച്ച് താഴോട്ട് പോകണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പ്രീവിയസ് ഡേ ലോയിൽ TP വെച്ചു. ഈ ഒരു ഏരിയയിലാണ് TP വെച്ചത്. പക്ഷേ മാർക്കറ്റ് അതിനേക്കാൾ താഴോട്ട് പോയി. ഇപ്പം നമുക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം വരുന്നുണ്ട്. അപ്പം ഈ ഒരു മൊമെൻറ്റം ഇനി കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ്, നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് എടുത്ത് വരച്ച് നോക്കാം. ഈ ഒരു ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ വരെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. GBP ഇപ്പോൾ പറയാം കേട്ടോ. ഈ ഒരു ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ തന്നെ ഈ ഒരു ഹൈൻ്റെ മേലുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് താഴോട്ട് വരാനാണ് ചാൻസ്. അപ്പം ട്രേഡ് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇനി ഒരു റിട്രേസ്മെൻറ്റ്, ഈ ഒരു ഏരിയയിലേക്ക് റിട്രേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ് ട്രെൻഡ് ട്രേഡ് നോക്കാം. ട്രേഡ് നോക്കാവുന്ന ഏരിയ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഇംബാലൻസ് ആണ്. ഈ ഒരു ഇംബാലൻസ് ഒന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മേലോട്ട് ട്രേഡ് നോക്കാം. തൽക്കാലം ഇപ്പോൾ ഫോം ചെയ്ത ഹൈ വരെ ട്രേഡ് നോക്കിയാൽ മതി. അതിനുശേഷം മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോയി പിന്നെ ഒരു റിട്രേസ്മെൻറ്റ് വരുന്ന സമയത്ത് അടുത്ത എൻട്രി നോക്കാം. ഒറ്റയടിക്ക് ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് ചെയ്യരുത്, റിസ്ക് ആണ്. ഇനി നമുക്ക് GBP ഒന്ന് നോക്കാം. GBPയിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. ഞാൻ മാർക്ക് ചെയ്ത ഏരിയ ഈ ഒരു ഏരിയയിൽ മാർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു ഈ ഒരു FEGയിലേക്ക് എത്തിയപ്പോൾ തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡ് മൊമെൻറ്റം തന്നു. ഈ ഒരു റീജിയനിലേക്ക് ട്രേഡ് ഞാൻ യൂറോയിലാണ് എക്സിക്യൂട്ട് ചെയ്തത്. GBPയിൽ ട്രേഡ് എടുത്തിട്ടില്ല.
പിന്നെയും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഈ ഒരു FEG വരെയോ അല്ലെങ്കിൽ ഈ ഒരു 1 hour OB വരെയോ മാർക്കറ്റ് വന്നതിന് ശേഷം തിരിച്ച് മേലോട്ട് പോകേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈക്വൽ ഹൈസ് ഉണ്ട് 1 hourലെ. അപ്പോൾ ഈ ഒരു ഈക്വൽ ഹൈസിൻ്റെ മേലുള്ള ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാവും മാർക്കറ്റ് മേലോട്ട് വരും. അതിന് ശേഷം നമുക്ക് താഴോട്ട് ഒരു ട്രേഡ് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനിയിപ്പം ഈ ഒരു റീജിയനിലേക്ക് വന്നിട്ട് തിരിച്ച് ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം നമുക്ക് ഒരു റിട്രേസ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് താഴോട്ട് ട്രേഡ് നോക്കാമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. പക്ഷേ മാർക്കറ്റ് ന്യൂസൊക്കെ നോക്കുക, ന്യൂസും കാര്യങ്ങളും നോക്കിയിട്ട് അതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഞാൻ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിലാണ് ആ ഒരു ഏരിയ വരുന്നത്. അപ്പം നോക്കുക, ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യുക. ഞാനും അതായിരിക്കും നോക്കുക. ഈ ഒരു ഏരിയ ഇനി നോക്കേണ്ടി വരില്ല, നോക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഒരു മിറ്റിഗേഷൻ തന്നു. ഇപ്പോൾ നല്ലൊരു മൊമെൻ്റ് അപ്പ് സൈഡ് തരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഇംബാലൻസും ഉണ്ട്. ഈ ഒരു റീജിയനിലേക്ക് വന്നിട്ടാവും മാർക്കറ്റ് ഇനി ഒരു ബെയറിഷ് മൊമെൻറ്റം തരിക. അപ്പം നല്ല ട്രേഡ്സ് എടുക്കുക. യൂറോയിൽ ഞാൻ ഈ റീജിയൻ തന്നെയല്ലേ പറഞ്ഞത്. ഓക്കെ, വേറെ ഏതെങ്കിലും പെയർ ഇനി നോക്കണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പം നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആവട്ടെ. അപ്പോൾ നെക്സ്റ്റ് സൺഡേ കാണാം.